കൗതുകമാക്കുകയാണ് റിപ്പോർട്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ കേൾക്കുന്ന പരാതിയാണ് തേങ്ങ പറിക്കാൻ ആളെ കിട്ടാനില്ലെന്നത്. ഇതിന് പരിഹാരമായി ആർക്കും തേങ്ങ പറിക്കാൻ തെങ്ങിൽ കയറാവുന്ന യന്ത്രവും നിലവിലുണ്ട്. എന്നാൽ തെങ്ങിൽ സ്വയം കയറി തേങ്ങ പറിക്കുന്ന ഒരു യന്ത്രം ലോകത്ത് തന്നെ മറ്റൊരിടത്തും കാണാനില്ല. അടിവെച്ച് തെങ്ങിൽ കയറുന്ന യന്ത്രം നാട്ടുകാർക്കൊരു കൗതുകമായി മാറിക്കഴിഞ്ഞു. വയനാട് നിവാസിയായ നമ്പേരി പ്രകാശനാണ് യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വർഷം നീണ്ട കഠിന പ്രയത്നം തന്നെ ഇതിനു വേണ്ടി വന്നു. ട്രീ ക്ലൈംബിംഗ് മെഷീൻ എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. യന്ത്രം പൂർണ്ണമായും റിമോട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു വലിയ മോട്ടറും 7ഓളം ചെറിയ മോട്ടറുകളും ഒരു ദണ്ടിൽ ഘടിപ്പിച്ച റൗണ്ട് കട്ടറുമാണ് യന്ത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ. തെങ്ങിന് മുകളിലെത്തിയ യന്ത്രം ഈ റൗണ്ട് കട്ടർ ഉപയോഗിച്ച് ആവശ്യമുള്ളിടത്ത് മുറിക്കുകയാണ് ചെയ്യുന്നത്. 1.5 ലക്ഷം രൂപ യന്ത്രം നിർമ്മിച്ചെടുക്കാൻ ചിലവായി. ഇതിൽ 1 ലക്ഷം രൂപ സർക്കാർ വകയാണ്. കഴിഞ്ഞ വർഷം വെള്ളയാണി കാർഷിക സർവകലാശാലയിൽ നടന്ന പ്രദർശനത്തിൽ യന്ത്രം പ്രദർശിപ്പിച്ചപ്പോൾ മികച്ച നിലവാരം പുലർത്തിയ ഈ യന്ത്രത്തിന് സർക്കാർ വക പ്രോത്സാഹനമാണ് ഈ തുക. 50,000 രൂപ പ്രകാശന ചിലവായി. പൂർണ്ണമായും വീട്ടിൽ നിർമ്മിച്ച ഈ യന്ത്രത്തിന് അതിൻ്റെതായ പോരായ്മകളുമുണ്ട്. യന്ത്രം കൂടുതൽ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രകാശൻ. ഇതിപ്പം പരിപൂർണമായിട്ടും കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള മെഷീനുണ്ട്. ഇപ്പോൾ 2 തരമുള്ള മെഷീനുണ്ട്. ഇലക്ട്രിക് കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു മെഷീൻ, റിമോട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കയറുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റുന്നുണ്ട്. അത് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫാക്ടറിയിലൊക്കെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ വളരെ കാര്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു മെഷീനാണ്. സെയിൽ ടാക്സ് ഓഫീസിൽ ഇന്റലിജൻസ് സൂപ്രണ്ടായി വിരമിച്ച പ്രകാശൻ BSc ഫിസിക്സ് ബിരുദധാരിയാണ്. ഭാര്യ പ്രീത റാണി. ബിടെക് വിദ്യാർത്ഥികളായ പ്രശോക്, പ്രജിത്ത് എന്നിവരാണ് മക്കൾ. തേങ്ങ പറിക്കാൻ ആളില്ലാതാകുന്ന കാലത്ത് തനിയെ തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്ന ഈ യന്ത്രം ഭാവിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പതിവ് കാഴ്ചയായി മാറിയേക്കാം. ക്യാമറമാൻ സ്വരൂപിനൊപ്പം ഷിനു കപൂർ, ടൈം ന്യൂസ്. കോഴിക്കോട്ട് നിന്നും പന്തിരാങ്കാവ് വഴി പെരുമണ്ണയിൽ